എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിജിറ്റൽ റീസർവേയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ് എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഭൂമിയും ഡിജിറ്റലായിട്ട് റീസർവേ ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന നയം നടപ്പിലാക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ആളുകൾക്കും ഈ ഒരു റീസർവേയുടെ ഭാഗമായി പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്ക ആളുകളുടെയും കൈവശമുള്ള ഭൂമിയിലെ രേഖകൾ പ്രകാരം, അതായത് ചിലപ്പോൾ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും അധിക ഭൂമി ഉണ്ടായിരിക്കും, അതേപോലെ ആധാരത്തിൽ പറഞ്ഞതിനേക്കാളും കുറവ് ഭൂമിയായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുള്ള ആളുകളാണ് പല ആളുകളും. അതുകൊണ്ട് തന്നെ തൻ്റെ കൈവശമുള്ള ഭൂമി നഷ്ടപ്പെടുമോ എന്ന് മിക്ക ആളുകൾക്കും ആശങ്ക ഉണ്ട് താൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു ഡിജിറ്റൽ റീസർവേ എന്ന് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഡിജിറ്റൽ റീസർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ നമ്മുടെ നാട്ടിലെ ഭൂമി മുഴുവനും അളന്നിരുന്നത് ചെയിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു അളക്കൽ രീതിയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി നൂതന സാങ്കേതിക വിദ്യകളായ RTK, അതുപോലെ റോബോട്ടിക് സ്റ്റേഷൻ തുടങ്ങിയ ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഭൂമി ഡിജിറ്റലായിട്ട് അളക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ അളക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അളക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അതേപോലെ തന്നെ ഇതിൻ്റെ ആക്യുറസി, ഇതിൽ വളരെ സെൻറ്റിമീറ്റർ പോലും ഡിഫറൻസ് വരാണ്ട് നമ്മുടെ എല്ലാ അതിരുകളും വളരെ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ 1666 വില്ലേജുകളിൽ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് ആദ്യം 200 വില്ലേജുകളാണ് നമ്മുടെ ഗവൺമെൻറ് അളക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 200 വില്ലേജുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ വിസ്തൃതി വരുന്നത് 3,62,000 ഹെക്ടർ ഭൂമിയാണ്. നമ്മൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1,25,000 ഹെക്ടർ ഭൂമി ഇതിനോടകം അളന്നു കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ ജനപിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വളരെ വേഗം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. വരുന്ന 4 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അളക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഭൂമി അളക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് ഒരു തർക്കം ഒഴിവാക്കാൻ സാധിക്കും. നമുക്കറിയാം, മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ വേലിത്തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ, സ്ഥലം കയ്യേറി എന്നെല്ലാം പറഞ്ഞ്. എന്നാൽ ഈ ഒരു ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള യാതൊരു തർക്കത്തിനും ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് നമ്മുടെ സർവേ കല്ല് പിഴുതുമാറ്റുക, നമ്മുടെ സ്ഥലം കയ്യേറി മതിൽ കെട്ടുക, കടന്നാക്രമിക്കുക തുടങ്ങിയ യാതൊരു സംഗതികൾക്കും ഇവിടെ ഇനി സ്കോപ്പ് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് 100% നമുക്കൊരു ഉപയോഗപ്രദമായ കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജനപങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കിത് വളരെ വേഗം ഈ ഒരു സംഗതി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ റീസർവേ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലാൻഡ് ഓണേഴ്സിനും ഒരു പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് പോലെ ഒരു നമ്പർ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്പറിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഒറ്റ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, അതിൻ്റെ പോക്ക് വരവ്, അതിൻ്റെ മറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, മുഴുവൻ കാര്യങ്ങൾ നമുക്ക് വിരൽ തുമ്പിൽ കിട്ടുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. നിലവിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതേപോലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിനും വ്യത്യസ്തങ്ങളായ സോഫ്റ്റ്വെയറുകളാണ്. അതായത് റെലിസ്, അതുപോലെ മാപ്പ്, പേള് തുടങ്ങിയ 3 സോഫ്റ്റ്വെയറുകളിലായിട്ടാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓരോന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് 3ഉം കൂടി ഒറ്റ പോർട്ടലിന്റെ അണ്ടറിലാണ് കൊണ്ടുവരാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ഈ ഒരു ഒറ്റ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഭൂമി പണയം വെച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് കാശ് എടുക്കാനോ അത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സബ്സിഡിയോ മറ്റെന്തെങ്കിലും നിങ്ങൾ ആവശ്യമായിട്ട് ഒരു സംഗതി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാർഡ് നമ്പർ മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മുഴുവൻ വിവരങ്ങൾ കിട്ടുകയും നമുക്ക് അത് വെച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതായത് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റുകൾ കയറിറങ്ങി നമ്മുടെ സമയം വേസ്റ്റ് ആക്കേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്തൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തരം മാറ്റിയ ഭൂമിയെക്കുറിച്ചാണ്. അതായത് നിലം പുരയിടമാക്കി കൺവേർട്ട് ചെയ്ത ആളുകളെല്ലാം ഉണ്ടായിരിക്കും. അവർക്ക് ഒരു ആശങ്കയുണ്ട്, ഇത് തിരിച്ച് നിലമായി കൺവേർട്ട് ആവുമോ എന്നുള്ളതെല്ലാം. എന്നാൽ അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. നിലവിൽ നമ്മളുടെ ഭൂമി ഏത് കാറ്റഗറിയിലാണോ ഉള്ളത് അതേ
കാറ്റഗറിയിൽ നിലനിർത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു സർവേ മുന്നോട്ട് പോവുക. പിന്നെ ഈ ഒരു സർവേ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിയും രേഖയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് അടുത്തൊരു സംശയം ഉണ്ടാവുക. തീർച്ചയായിട്ടും നമുക്കത് ആ സ്പോട്ടിൽ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ സർവേക്ക് വേണ്ടി നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്കോ വരുന്ന ആളുടെ കയ്യിൽ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടാബിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്ഥലവും ഏരിയയും വിസ്തീർണവും എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമായിരിക്കും അവർ തിരിച്ചു പോകുന്നുണ്ടാവുള്ളൂ. അടുത്തതായിട്ട് നമ്മളെല്ലാ ലാൻഡ് ഓണേഴ്സും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എൻ്റെ ഭൂമി എന്നുള്ള ഒരു പോർട്ടലിൽ കയറി നമ്മളുടെ മൊബൈൽ നമ്പർ, പേര്, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ അവിടെ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് SMS ആയിട്ട് എപ്പോഴാണ് നമ്മുടെ ഭൂമി അളക്കാൻ വരുന്നത് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഗവൺമെൻറ് അറിയിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഈ ഒരു സർവേ കഴിഞ്ഞ് പോയാൽ നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പോർട്ടലിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സ്ഥലത്തു നിന്നുണ്ടാവും, വിദേശത്താണ് നിങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലാണ്, എവിടെയാണ് നിങ്ങൾ ഉള്ളതെങ്കിലും അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ എല്ലാം രേഖ കൃത്യമായിട്ട് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീടോ സ്ഥലമോ ഇന്ന് വന്ന് അളന്ന് നാളെ തന്നെ നിങ്ങൾ ഈ രേഖകൾ ആ സൈറ്റിൽ പോയാൽ കിട്ടില്ല. ഒരു വില്ലേജ് മുഴുവനും അളക്കൽ കഴിഞ്ഞ് അതിൻ്റെ തർക്കങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തതിന് ശേഷമായിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പോർട്ടലിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അതിനൊരു ചെറിയ കാലതാമസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, സ്ഥലം അളന്നതിൽ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തർക്ക പരിഹാരത്തിനുള്ളൊരു അവസരവും അവിടെ നൽകുന്നതാണ്. ഇനി അടുത്തൊരു വിഷയം, അധിക ഭൂമി കൈവശമുള്ളവർ എന്തു ചെയ്യുമെന്നാണ്. കാരണം ആധാരപ്രകാരം ചിലപ്പോൾ 50 സെന്റ് ഭൂമിയാവും രേഖയിലുള്ളത്. ഒരുപക്ഷെ വർഷങ്ങളായിട്ട് നമ്മുടെ വേലിയും കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കെട്ടുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ അളക്കുന്നത് ചെയിൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അധികമായി നിങ്ങളുടെ കുറച്ച് 50 സെന്റ് എന്നുള്ളത് ചിലപ്പോൾ 60 സെന്റ് ഭൂമി നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് വെക്കുക. നിലവിൽ തർക്കഭൂമി അല്ല എങ്കിൽ, അതായത് നിങ്ങളുടെ അയൽവാസിയായിട്ട് നിങ്ങൾക്ക് തർക്കങ്ങളൊന്നും നിലവിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭൂമി 50 സെന്റ് നിലവിലുള്ളത് 60 സെന്റ് നിങ്ങളുടെ കൈവശം ആണെങ്കിൽ പോലും ഇതൊരു സെറ്റിൽമെന്റ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തർക്കഭൂമി അല്ലെങ്കിൽ മാത്രമായിരിക്കും ഇത് ഈ രീതിയിൽ സെറ്റിൽമെന്റ് ആവുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അത് കേസും കാര്യങ്ങളും മറ്റും ആവേണ്ടി വരും. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഇവർ അളക്കാൻ വരുന്ന സമയത്ത് മിക്ക സ്ഥലങ്ങളിലും പറയുന്നു കേൾക്കുന്നുണ്ട് ഇവർ അളക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതും. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമായിരിക്കും. ഈ ഒരു സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർ വരുന്ന സമയത്ത് നമ്മുടെ സ്ഥലം അളന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം മാത്രം ഒറ്റപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ഇവർ അളന്നു പോകും. നമുക്കറിയാം, നമ്മുടെ കേരളം മുഴുവൻ നിങ്ങൾ 1-2 ആൾ നിങ്ങളുടെ സ്ഥലം അളക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് വെച്ച് നമ്മുടെ കേരളം മുഴുവൻ അളക്കാതിരിക്കാനുള്ള പ്ലാൻ അല്ല. നമ്മുടെ കേരളം മുഴുവനും ഇത് ഡീറ്റെയിൽ ആയിട്ട് റീസർവേ ചെയ്ത് അളന്ന് ഡിജിറ്റലൈസ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 1-2 ആളുകൾക്ക് ഇത് വിട്ടു നിൽക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്കൊരു തർക്കങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേര് നിങ്ങളുടെ അയൽവാസിയും തമ്മിൽ പറഞ്ഞു തീർത്ത് നിങ്ങളത് ഡീറ്റെയിൽ റീസർവേ നടത്തിയേ പറ്റൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് നികുതി അടയ്ക്കുന്നതിനും മറ്റും നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് വരാനാണ് സാധ്യത ഉള്ളത്. അതിനുശേഷം നിങ്ങൾ ഈ റീസർവേ എല്ലാം വീണ്ടും നിങ്ങൾ സ്വന്തം ചെലവിലെല്ലാം നടത്തേണ്ടതായിട്ട് വരും. ഇനി ഏതെല്ലാം ഭൂമിയാണ് ഈ ഒരു സർവേയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് നോക്കാം. അതായത് കോടതി സ്റ്റേ ആയിട്ട് നിലനിൽക്കുന്ന ഭൂമി മാത്രമായിരിക്കും ഇതിൽ നിന്ന് ഈ ഒരു അളക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക. ബാക്കി എല്ലാ ഭൂമിയും, അതായത് തർക്ക ഭൂമിയോ അല്ലെങ്കിൽ കേസായി കിടക്കുന്നതോ എല്ലാ ഭൂമിയും ഇതിൽ അളക്കുന്നതായിരിക്കും. സ്റ്റേ ഉള്ളത് ഒഴിച്ച് ബാക്കി എല്ലാതും ഈ ഒരു സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ അളക്കുന്നതായിരിക്കും. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അളക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയെ ഇതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ അയൽവാസി ഒരു സൂത്രക്കാരനായ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം അധികം കാണിച്ചു കൊടുത്ത് ചിലപ്പോൾ കുറച്ച് അയാൾ കയ്യേറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ട് അതിരുകൾ വെട്ടിത്തെളിച്ച് നമ്മുടെ അതിരുകൾ ഏതാണെന്നുള്ളത് ഈ സർവേക്ക് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ നമ്മുടെ കൈവശം ആധാരമുണ്ടെങ്കിൽ ആധാരത്തിൻ്റെ കോപ്പിയെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്തെങ്കിലും നിങ്ങളുടെ പരിചയമുള്ള ഒരാൾക്ക് കൊടുത്ത് നിങ്ങളെ ചുമതലപ്പെടുത്തി വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സ്ഥലത്തുള്ള ആളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നിങ്ങൾ ലീവ് എടുത്ത് ഇവരുടെ കൂടെ നിന്ന് നിങ്ങളുടെ അതിർത്തിയും കാര്യങ്ങളും കൃത്യമായി മാർക്ക് ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് പിന്നീട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പക്ഷേ റീസർവേ നടത്താൻ ഇവരെ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ചെലവിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു റീസർവേ നടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെയാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ആളുകളുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബ സ്വത്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വിചാരിക്കുക. അതായത് നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ
നിങ്ങളുടെ 2 മക്കളുടെ പേരിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ ആധാരപ്രകാരം നിങ്ങൾ ഈ 2 പേരുടെ മേലായി ഈ സ്ഥലം ഉണ്ടായിരിക്കുക. എന്നാൽ നിങ്ങൾ കൃത്യമായിട്ടൊരു അതിർത്തി ഇതിന് നിശ്ചയിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളൊരു അതിർത്തി, ഒരു വേലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അതിർത്തി നിങ്ങളിതിന് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അളക്കാൻ വരുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് അതിരുകൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലവും ഒറ്റ പാഴ്സൽ നമ്പർ ആയിട്ടായിരിക്കും ഇവർ അടയാളപ്പെടുത്തുക. അതായത് പിന്നീട് നിങ്ങൾക്ക് നികുതി അടയ്ക്കുന്നത് ഈ 2 പ്ലോട്ടിനും കൂടിയും ഒറ്റ നികുതി ആയിരിക്കും അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത് പിന്നീട് നിങ്ങൾക്ക് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് വീണ്ടും നിങ്ങൾ റീസർവേ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ റീസർവേ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതിർത്തി രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.